ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്രഗ്നന്റ് ആണ്. അപ്പം 36th വീക്കിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ബേബിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ പർച്ചേസ് ചെയ്തു, മെറ്റേണിറ്റി ബാഗിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ എടുത്തു വെക്കുന്നത്, സോ ഹൗ വി ക്യാൻ പ്രിപ്പയർ എ മെറ്റേണിറ്റി ബാഗ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് മെറ്റേണിറ്റി ബാഗ് പാക്ക് ചെയ്തത്. യൂട്യൂബിലുള്ള കുറെ വീഡിയോസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറെ സജഷൻസ് ചില ആപ്സ് വഴിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഏതൊക്കെ സാധനങ്ങൾ വേണം എന്നതനുസരിച്ചാണ് ഞാൻ പാക്ക് ചെയ്യുന്നതും വാങ്ങിച്ചിട്ടുള്ളതും. കുറച്ച് സാധനങ്ങൾ വരാനുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നില്ലാത്ത സാധനങ്ങളൊക്കെ ഈ വീഡിയോയിലോട്ട് ആഡ് ചെയ്ത് ചേർക്കുന്നതായിരിക്കും. അപ്പം എന്താണെങ്കിലും നമുക്ക് നോക്കാം. മെറ്റേണിറ്റി ബാഗ് പാക്കിംഗ് എന്ന് പറയുന്നത് കുറച്ച് സ്ട്രെസ്ഫുൾ ഉള്ള കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കാണെങ്കിലും അത് എന്തൊക്കെ വേണം, അർജന്റായിട്ട് എന്തൊക്കെയാണ് വെക്കണ്ടേ, അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് നമുക്ക് പറ്റുന്ന വീഡിയോസ് ഒക്കെ റെഫർ ചെയ്യുക. പക്ഷെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമുക്ക് യൂസ് ആവുക എന്ന് ചിന്തിക്കുക. നമ്മൾ ഒരുപാട് ഫാൻസി ആയിട്ട് എല്ലാ സാധനങ്ങളും കുത്തി നിറച്ച് കൊണ്ടാകാതെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ചിന്തിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എനിക്കിപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ടെന്ന് പറയാനാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വാലറ്റ്, നമ്മുടെ ID കാർഡ്സ്, ATM കാർഡ്സ്, ഫോണിൻ്റെ ചാർജർ, ഹെഡ്സെറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആദ്യം തന്നെ നമ്മൾ മാറ്റി വെക്കാം. കാരണം ഈ സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. പിന്നെ മെറ്റേണിറ്റി ബാഗ് പാക്ക് ചെയ്യുമ്പോൾ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഡെലിവറിക്ക് പോകുമ്പോൾ ഏത് ഡ്രസ്സ് ഇടുക, ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ ഏത് ഡ്രസ്സ് ഇടുക, ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് നേരത്തെ എടുത്ത് വെക്കുക. അതുപോലെ നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ അമ്മയോടൊക്കെ പറയുക, അവരുടെ സാധനങ്ങളും എടുത്ത് വെക്കുക. അപ്പോൾ അവരും കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിരിക്കും. പിന്നെ ബക്കറ്റ്, കപ്പ്, മിസ്സലേനിയസ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ മറന്നു പോകുക. ഒരു സ്പൂണ്, ഒരു പാത്രം, കപ്പ്, ഫ്ലാസ്ക്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പം അതൊക്കെ നേരത്തെ എടുത്തു വെക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രിപ്പയർ ആയിട്ടിരിക്കാം. നമുക്ക് അവസാന നിമിഷത്തെ ഒരു റഷിൻ്റെ ആവശ്യമില്ല. അതാണ് മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത്. അടുത്ത ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ഹാപ്പി ആയിട്ടിരിക്കുക. എന്താണെങ്കിലും ഈ ഫേസിലൂടെ നമ്മൾ കടന്നു പോയാൽ പറ്റും. സോ ഇതൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക. ഇനി അടുത്തതായിട്ട് അമ്മയുടെ സാധനങ്ങൾ ഏതൊക്കെയാണ് മെറ്റേണിറ്റി ബാഗ് വെക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വാങ്ങിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റേണിറ്റി നൈറ്റീസ് ആണ്. മെറ്റേണിറ്റി നൈറ്റീസിനകത്ത് തന്നെ ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള നൈറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ ഫീഡിങ് നൈറ്റീസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള നൈറ്റീസ് ആകുമ്പോഴത്തേനും നമ്മുടെ വയറ് നോക്കാനോ അല്ലെങ്കിൽ കങ്കാരം എന്നൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. തന്നെ വാങ്ങി നമ്മൾ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ അണ്ടർ സ്കേർട്സിൻ്റെ ആവശ്യമുണ്ട്. കാരണം വയറ് നോക്കാനും കാര്യങ്ങൾക്ക് അണ്ടർ സ്കേർട്സ് നമ്മൾ ഇടണം. അപ്പം നമുക്ക് അണ്ടർ സ്കേർട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു കവറിലായിട്ട് നമ്മളുടെ ഇന്നേഴ്സും, ഒരു അണ്ടർ സ്കേർട്ട്, ഒരു നൈറ്റി, പാഡ്, ഇവയൊക്കെ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ ഡെലിവറിക്ക് ശേഷം പെട്ടെന്നൊരു ലേബർ റൂമിൽ നിന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പേരൻസിന് എളുപ്പത്തിൽ എടുത്തു കൊടുക്കാൻ പറ്റും ഇത് കവറായിട്ട്. അപ്പം അതങ്ങനെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റൽസിൽ ഇതുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ സ്റ്റിൽ നമ്മൾ വെള്ളത്തോണി മേടിച്ച് കട്ട് ചെയ്ത് നമ്മൾ സൈഡൊക്കെ അടിച്ച് കഴുകി ഉണക്കി തേച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ന്യൂ മോംസിൻ്റെ മെറ്റേണിറ്റി സാനിറ്ററി പാഡാണ്. ഇതിങ്ങനെ തന്നെ ഇപ്പോൾ അവൈലബിൾ ആണ്. മിക്കവാറുമുള്ള ബേബി ഷോപ്സിലും മെറ്റേണിറ്റി ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങനെ നമ്മൾ മാക്സി പാഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് 4 നമ്പേഴ്സാണ്. 1 മെറ്റേണിറ്റി പാൻറ്റി ഉണ്ട്. അതുപോലെ തന്നെ എഫ്രയുടെ ഒക്കെ XXLൻ്റെ ഈ ഒരു പാഡും കൂടെ നമ്മൾ കൂടെ വെക്കുന്നുണ്ട്. കാരണം നമുക്കറിയില്ല എന്താ യൂസ് വരിക, എത്രത്തോളം യൂസ് വരുമോ നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ ഈ 2 പാഡ്സും എടുത്ത് വെക്കുന്നുണ്ട്. 2 തോർത്ത് എനിക്ക് കുളിക്കുന്നതിനും ഒക്കെ ആവശ്യമുള്ള തോർത്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു പോസ്റ്റ്പാർട്ടം ബെൽറ്റാണ്. ഡെലിവറിക്ക് ശേഷം വയറൊക്കെ ഒതുങ്ങുന്നതിനും അതുപോലെ വയറിനും പെൽവിക് ഏരിയയ്ക്കൊക്കെ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ബെൽറ്റാണ്. അത് വളരെ നല്ലതായിട്ട് തോന്നുന്നു. ഞാൻ സൈസ് കൂടുതലാണ് മേടിച്ചിരിക്കുന്നത്. ഇൻ കേസ് നമുക്ക് അപ്പം അത്രയും വേണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ മെറ്റേണിറ്റി ഫീഡിങ് ബ്രാസ്, പാൻറ്റീസ്, അതൊക്കെ ഇഷ്ടംപോലെ നമ്പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് കളയണമെങ്കിലും കളഞ്ഞിട്ട് വരാമെന്നുള്ള രീതിയിൽ. വേറൊരു കവറിനുള്ളിൽ നമ്മളുടെ അഡീഷണൽ സാധനങ്ങളുണ്ടല്ലോ, ഓയിൽ, സോപ്പ്, കപ്പ്, പ്ലേറ്റ്സ്, ഫ്ലാസ്ക്,
ബ്രഷ്, പേസ്റ്റ്, അങ്ങനെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളും പിന്നെ കൂടെ നിൽക്കുന്ന അമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളും അതെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി എൻ്റെ എന്താ പറയുക ഒരുങ്ങുന്ന സാധനങ്ങൾ, മോയ്സ്ചറൈസർ, ലിപ് ബാം ഇവയൊക്കെ എടുത്ത് വെക്കാനുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള അഡീഷണൽ കവേഴ്സും ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, ഇപ്പം പാഡ് കളയാനാണെങ്കിലും സാനിറ്ററി നാപ്കിൻസ് കളയാനാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ ഇതായിട്ട് കൊണ്ടുപോകും. ഡ്രസ്സ് കഴുകാനുള്ളതൊക്കെ എടുത്ത് വെക്കാനാണെങ്കിൽ ഇങ്ങനെയുള്ള കവറുകൾ നമ്മൾ എടുത്ത് വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇനി നമുക്ക് കുഞ്ഞിൻ്റെ സാധനങ്ങൾ കണ്ടാൽ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് മെറ്റേണിറ്റി ബാഗ് വെക്കാൻ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലത്തെ ജബ്ലാസ് ആണ്. അപ്പം ഇത് നമ്മൾ കുറേ ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. നല്ല കോട്ടൺ ടൈപ്പാണ് കേട്ടോ, കോട്ടൺ ബനിയൻ മിക്സ് ആണിത്. അതുകൊണ്ട് കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നമ്മൾ ഓൾറെഡി കഴുകി വെക്കുന്നത് കൊണ്ട് കുഞ്ഞിന് അലർജിക് റിയാക്ഷൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ജബ്ലാസ് ഒരു 5 സെറ്റെങ്കിലും വെക്കുക. ഇത് മിസ്ലിൻ ക്ലോത്ത്സ് ആണ്. പക്ഷേ ഇത് ഞാനിവിടെ 3 വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ കൊണ്ടുപോകേണ്ട കാര്യമില്ല, കാരണം നമ്മൾ അവിടെ വെച്ച് ബേബീനെ വാഷ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. സോ ജസ്റ്റ് 1 ക്ലോത്ത് ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേബീനെ കവർ ചെയ്യാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അതെടുത്ത് വെക്കുക. പിന്നെ അടുത്തായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ബൂട്ടീസും മിറ്റൻസും അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പം അത് നമ്മൾ നല്ലൊരു പെയർ എടുത്ത് വെക്കുക. ബേബീൻ്റെ കാലിലിടാനും കയ്യിലിടാനും പിന്നെ ഹാറ്റും അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പ് സ്യൂട്ട് പോലെയുള്ളതാണ്. ഇത് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബീനെ ഫുള്ളി കവറായിട്ട് നമ്മളുടെ ഇപ്പം AC റൂം അങ്ങനെയൊക്കെ ആണെങ്കിൽ ബേബീനെ ഫുൾ കവർ ചെയ്ത് കിടത്താനൊക്കെ ഉള്ളതാണ്. പിന്നെ അത് ബേബി അടിപൊളിയായിട്ട് സൂപ്പറായിട്ടിരിക്കും. പിന്നെ ഞാൻ മേടിച്ച മറ്റൊരു സാധനമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്ത് നാപ്പീസ് എന്ന് പറയും. അപ്പം നമ്മൾ ഈവൻ ഡയപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ആണെങ്കിലും നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പം ബേബിക്ക് കുഴപ്പമൊന്നും കാണത്തില്ല. അല്ലാതെയും വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ലൊരു ഐറ്റമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടാണിത്. അടുത്തതായിട്ട് നമ്മൾ മേടിച്ച സാധനമാണ് റിസീവിങ് ക്ലോത്ത്. ഇത് നമ്മൾ വൈറ്റാണ്. അതുപോലെ തന്നെ കളേഴ്സും ഉണ്ട് കേട്ടോ. വാഷ് ചെയ്തിട്ട് നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ ബേബി ഇതിനുള്ളിൽ നമ്മുടെ തലയൊക്കെ വെച്ചിട്ട് ബേബിക്ക് തണുപ്പൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള റിസീവിങ് ക്ലോത്താണ്. മിക്കവാറും ഹോസ്പിറ്റലുകളിൽ അവർ അവരുടെ ക്ലോത്തിൽ തന്നെ പൊതിഞ്ഞായിരിക്കും തരുന്നത്. പിന്നെ നമുക്ക് അതിനുശേഷം മാറ്റണമെങ്കിൽ ഇതൊക്കെ നമുക്ക് വേണ്ടി ഉപയോഗിക്കും. ഒരു നാപ്പീസിൻ്റെ കാര്യമല്ല, അതുപോലെ തന്നെ ഇത് ക്ലോത്തിൻ്റെ നാപ്പിയാണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ മറ്റേ നാപ്പീസ് ഇട്ടിട്ട് കുഞ്ഞിന് ഇതൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ഒരു ചേഞ്ച് ചെയ്യാനുള്ളൊരു പാഡ് കൂടെ ഉണ്ട്. അപ്പം നമുക്ക് ഓരോ വാഷ് കഴിഞ്ഞിട്ട് ഈ പാഡ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അടുത്ത പാഡ് ഇങ്ങനെ ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. സോ ഇതൊരു ബേബി നാപ്പിയാണ്, ക്ലോത്ത് ബേബി നാപ്പിയാണ്. ഇത് കുഞ്ഞിൻ്റെ നാപ്കിനാണ്. ഇതിനകത്ത് നമ്മൾ ന്യൂ ബോൺ സൈസാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 17 പാൻസ് ഉണ്ട്. ഞാനെപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ സൈസ് ന്യൂ ബോൺ സൈസ് തന്നെ എടുക്കുക. എന്നിട്ട് കാരണം ഇതിനകത്ത് ഒരു പറയുന്നുണ്ട് അപ് ടു 4 കിലോഗ്രാം വരെയാണ് പറ്റുള്ള ബേബിക്കാണ് ഇത് പറ്റുക. ന്യൂ ബോൺ സൈസ് അപ് ടു 5 kg സോറി. അപ്പോൾ ഒരു കവർ മേടിക്കുക. അപ്പോൾ അതനുസരിച്ച് പിന്നെ ബേബി എത്ര സൈസ് ഉണ്ട് അല്ലെങ്കിൽ ബേബി ഓക്കെ ആണോ അത് ഫിറ്റ് ആവുമോ നോക്കിയിട്ട് നമുക്ക് പിന്നീട് പുതിയ പാഡ് മേടിക്കാം. അറ്റ്ലീസ്റ്റ് ഒരു കവർ മാത്രം മേടിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ക്ലോത്ത് ആണ്. മുഖമൊക്കെ നനയുമ്പോൾ ഒക്കെ ഉള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമ്മളിതുപോലെ കഴുകി വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മുഖത്തൊക്കെ പാലൊക്കെ വീഴുമ്പോൾ ഒക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ് കേട്ടോ. ഇത് പറഞ്ഞാൽ ബേബി ബ്ലാങ്കറ്റാണ്. കുഞ്ഞിനെ കിടത്തുന്ന ബേബി നെസ്റ്റ് ബെഡിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പുതയ്ക്കാൻ ഉപയോഗിക്കാം. ഇതൊരു ചെറിയ വൈറ്റ് കളർ തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നമുക്ക് എന്തെങ്കിലും ബേബിക്ക് മഞ്ഞ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മളെപ്പോഴും വൈറ്റ് ക്ലോത്ത്സ് ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ഷീറ്റാണ് കേട്ടോ. ഇപ്പം ബേബീൻ്റെ മൂത്രം അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റർ ഷീറ്റ് അല്ലെങ്കിൽ ഡ്രൈ ഷീറ്റ് എന്ന് പറയും. ഇപ്പം എന്തെങ്കിലുമൊക്കെ വെള്ളം അങ്ങനെയൊക്കെ മൂത്രം അങ്ങനെയൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡ് അല്ലെങ്കിൽ മാട്രസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഈസി അബ്സോർപ്ഷനാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ക്ലോത്ത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിയുടെ വെറ്റ് വൈപ്സ് ആണ്. ഇതിൽ 99% വാട്ടർ കണ്ടൻ്റ് ആണ്. സോ കുഞ്ഞിനെ തുടയ്ക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. മോയ്സ്ചറൈസേഷൻ നിലനിർത്തുകയും ചെയ്യാൻ നല്ല വൈപ്സ് ആണെന്നാണ് എൻ്റെ റിവ്യൂ. സോ അതുകൊണ്ടാണ് ഞാനത് മേടിച്ചത്. നമുക്ക് നോക്കാം.
പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം സെബാമെഡിൻ്റെ ലോഷനും വാഷും പൗഡർ നാപ്പി ക്രീം റാഷ് ക്രീം ഇതൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്. സെബാമെഡ് ഒരു നല്ല അടിപൊളി കമ്പനിയാണ്. സോ ഇത് കുഞ്ഞിന് നല്ലതായിരിക്കുന്നു വിശ്വസിക്കണം. ഇതൊരു കുട്ടി ബേസിനാണ് കേട്ടോ. ഇൻ കേസ് നമുക്ക് ബേബീൻ്റെ ഒക്കെ ക്ലോത്തൊക്കെ ഒന്ന് കഴുകണമെങ്കിൽ വിചാരിച്ചിട്ട് മേടിച്ചതാണ്. ഇത് ആക്ച്വലി ഒരു ഷീറ്റാണ്. ഇത് നമ്മൾ ബേബിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും കുഞ്ഞെ കിടത്താനും എണ്ണ തേക്കുന്നതിനും ഒക്കെയുള്ള ഒരു ഷീറ്റാണ് കേട്ടോ. അതാണ് ഇത്. സോ ഇത്രയും നേരം ഞാൻ കാണിച്ചതിൽ ഞാൻ ബേബിക്ക് വേണ്ടി മേടിച്ച മിക്കവാറും സാധനങ്ങൾ കാണിച്ചു. ഇനി നെസ്റ്റ് ബെഡ്, അതുപോലെ തന്നെ നെറ്റ് ബെഡ്, ഇതൊക്കെയാണ് ഇനി കാണിക്കാനുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ബേബിയുടെ ഗ്രൂമിങ് സെറ്റ് ഞാൻ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് സാധനമുണ്ട് കേട്ടോ. അപ്പം ബേബീൻ്റെ ഗ്രൂമിങ് സെറ്റാണ് ഇനി കാണിക്കാനുള്ളത്. പക്ഷേ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ബേബി ബ്രഷും കോം സെറ്റും ഉണ്ട്. പക്ഷേ ബേബീൻ്റെ ഗ്രൂമിങ് സെറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനകത്താകുമ്പോഴത്തേനും നമുക്ക് വെള്ളം കയറിയാൽ എടുക്കാനുള്ള സാധനങ്ങളും തെർമോമീറ്റർ അങ്ങനെ എല്ലാം ബേബിയുടെ എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട് കേട്ടോ. സോ ഇവയൊക്കെയാണ് കുഞ്ഞിനിട്ട് മേടിച്ചിട്ടുള്ള സാധനങ്ങൾ. പക്ഷേ ഇതിനകത്ത് മെറ്റർനിറ്റി ബാഗിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെബ്ലാസും പിന്നെ കുഞ്ഞിൻ്റെ ബൂട്ടീസ് ആൻഡ് മിറ്റൻസ്, പാഡ്, ഡ്രൈ ഷീറ്റ്, നാപ്പീസ്, തുണിയുടെ നാപ്പീസ് വെക്കുന്നുണ്ട്, റിസീവിങ് ബ്ലാങ്കറ്റ്, പിന്നെ റോംബേഴ്സ്, ഇവയൊക്കെ ആയിരിക്കും ഞാൻ കൊണ്ടുപോവുക. ബാക്കിയൊന്നും ഇപ്പം ആവശ്യമില്ല. കുളിപ്പിക്കുന്നതൊക്കെ നമ്മളിപ്പം ചെയ്യില്ലല്ലോ, ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിട്ടൊക്കെ അല്ലേ ഉള്ളൂ. അപ്പം അത് കാണില്ല. അപ്പം അത്രയും സാധനങ്ങളൊക്കെ ആയിരിക്കും വെക്കുക. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. I love you.